ഹായ് എല്ലാവർക്കും നമസ്കാരം. നമുക്ക് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ഗോവൻ ട്രിപ്പ് പോയാലോ? 2 ദിവസത്തെ ട്രിപ്പാണ് കേട്ടോ ഇത്. കോഴിക്കോട് നിന്ന് ഞങ്ങൾ 6 മണിക്ക് നേത്രാവതി എക്സ്പ്രസ്സിലാണ് പോയത്. പിറ്റത്തെ ദിവസം രാവിലെ 5 മണിക്ക് ഗോവയിലെ മഡ്ഗോൺ ജംഗ്ഷനിലെത്തി. ഞങ്ങൾ മാത്രമല്ല, ഞങ്ങളുടെ കൂടെ വേറൊരു ഫാമിലിയും കൂടി ഉണ്ടായിരുന്നു. വർഗീസായിട്ടും ലതേച്ചിയും കൂടി ഉണ്ടായിരുന്നു ഞങ്ങളുടെ കൂടെ. അപ്പം ഞങ്ങൾ 2 ഫാമിലി ആയിട്ടാണ് ഗോവൻ ട്രിപ്പിൽ പോയത്. റെയിൽവേ സ്റ്റേഷനിൽ നമ്മൾ ഇറങ്ങിയ അപ്പം തന്നെ നമ്മളെ കൂട്ടാൻ വേണ്ടിയിട്ട് വണ്ടി വന്നിരുന്നു. നേരെ നമ്മൾ താമസിക്കുന്ന സ്ഥലത്തേക്ക് എത്തി. ഇത് CSIയുടെ കീഴിലുള്ള ഒരു റിട്രീറ്റ് സെൻ്ററാണ്. അവിടെ നമ്മൾ മുൻകൂട്ടിയിട്ട് വിളിച്ച് പറഞ്ഞിരുന്നു. അപ്പം നമുക്ക് അവിടെ റൂമൊക്കെ സെറ്റാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മൾ ആദ്യമായിട്ട് കാണാൻ പോകുന്ന സ്ഥലം ബസിലിക്ക ഓഫ് ബോം ജീസസിലേക്കാണ്. അപ്പോൾ ആ പോകുന്ന വഴിക്ക് നമ്മൾ ഒരുപാട് സ്ഥലങ്ങൾ കണ്ടു കേട്ടോ. ആ പോകുന്ന വഴിക്കൊക്കെ കുറേ അമ്പലങ്ങളുണ്ടായിരുന്നു. നമ്മൾ വിചാരിക്കും ഗോവ എന്ന് പറയുമ്പോൾ കുറേ പള്ളികളാണെന്ന്, പക്ഷെ പോകുന്ന വഴിക്ക് അമ്പലങ്ങളും ധാരാളം സ്ഥലങ്ങളും കണ്ടു. ഞങ്ങൾ പോകുന്ന വഴിക്ക് ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ഒരു അമ്പലം ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ നമ്മൾ ഇറങ്ങിയതാണ്. മങ്കേഷ് ടെമ്പിളാണെന്നാണ് ഈ അമ്പലത്തിൻ്റെ പേര്. ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ഒരു ടെമ്പിളാണ്. ഇതിൽ നമ്മുടെ ലതാ മങ്കേഷ്കറിൻ്റെ ഫാമിലി, അച്ഛൻ്റെ ഫാമിലി ആയിട്ട് എന്തോ റിലേഷനുള്ള ഒരു സ്ഥലമാണ് ഇത്. പോണ്ട വില്ലേജിലാണ് ഈ അമ്പലം സ്ഥിതി ചെയ്യുന്നത്. ഞങ്ങൾ താമസിക്കുന്നതിൻ്റെ ഏകദേശം തൊട്ടടുത്ത് തന്നെയാണ് കേട്ടോ ഈ അമ്പലം ഉള്ളത്. അപ്പം നമ്മൾ പോകുന്ന വഴിക്ക് ഈ അമ്പലം എല്ലാതും ചുറ്റി കണ്ടു. ഭയങ്കര വലിയൊരു അമ്പലമാണ്, ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ഒരു അമ്പലം തന്നെയാണ്. ഇവിടെ ഗോവയിലെ എല്ലാ വില്ലേജിലും ഒരു പള്ളിയും ഒരു അമ്പലം ഉണ്ടാവുന്നതാണ് കേട്ടോ നമ്മുടെ ഡ്രൈവർ പറഞ്ഞത്. അപ്പോൾ നമ്മളിപ്പോൾ ഓൾഡ് ഗോവയിലെത്തിട്ടോ. ഓൾഡ് ഗോവ ചർച്ച് ബസിലിക്ക ഓഫ് ബോം ജീസസിലാണ് നമ്മൾ എത്തിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇപ്പോൾ അവിടെ കുർബാന നടക്കുന്ന സമയമാണെന്നാണ് പറഞ്ഞത്. ആ സമയത്ത് നമുക്ക് അവിടെ കയറാനോ കാണാനോ ഒന്നും സാധിക്കില്ല. അപ്പോൾ അവിടെ കയറാനോ ഒന്നും സാധിക്കാത്ത കാരണം നമ്മൾ തൊട്ടടുത്തുള്ള സേ കത്തീഡ്രലിലാണ് പോയത്. അവിടെ മ്യൂസിയം ഉണ്ട്. സേ കത്തീഡ്രലിൻ്റെ ബാക്കിലാണ് കേട്ടോ മ്യൂസിയവും എക്സിബിഷനൊക്കെ ഉണ്ടായിരുന്നത്. അപ്പം ഞങ്ങൾ അത് കാണാനാണ് പോയത്. പക്ഷെ അവിടെ നമുക്ക് വീഡിയോ എടുക്കാനുള്ള സൗകര്യമൊന്നും ഇല്ലാത്ത കാരണം ഞങ്ങൾ വീഡിയോ ഒന്നും എടുത്തില്ല കേട്ടോ. പിന്നെ ഞങ്ങൾ കാണാൻ പോയത് സെൻറ്റ് അഗസ്റ്റിൻ ടവറാണ് കേട്ടോ. ഇവിടെ ഷാരൂഖ് ഖാൻ്റെ ജോഷ് എന്ന് പറഞ്ഞ ഫിലിം ഷൂട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ അത് കൂടാതെ കുറേ ഫിലിംസ് അവിടെ ഷൂട്ട് ചെയ്തിട്ടുണ്ടെന്നാണ് കേട്ടോ പറഞ്ഞത്. Panji city. Other side is our secretariat and all. Secretariat. Yeah. Bombay High Court and all. This is 3 bridges are over here. River Mandvi. One is the old one, the new one, and the Atal Setu. Atal Bihari Vajpayee, no? Atal Setu. Atal Bihari Vajpayee. നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് പനാജി സിറ്റിയിലൂടെയാണ് കേട്ടോ. ഇപ്പോൾ പനാജി ബസ് സ്റ്റാൻഡാണ് നമ്മളിവിടെ കാണുന്നത്. ഗോവയുടെ ക്യാപിറ്റലാണ് പനാജി. അടുത്ത് നമ്മൾ പോയത് ഡോൾഫിൻ വ്യൂ പോയിന്റിലേക്കാണ് കേട്ടോ. ഡോൾഫിൻ കാണാൻ വേണ്ടിയിട്ട് നമ്മൾ ബോട്ടിൽ കയറിയിട്ട് കുറച്ച് ദൂരം സഞ്ചരിച്ചിട്ട് അവിടെയാണ് ഡോൾഫിൻ കാണുന്ന സ്ഥലത്ത് നമ്മൾ കുറച്ച് സമയം നിൽക്കും. പിന്നെ അവിടെ ഉള്ളിലേക്ക് നമുക്ക് കാണാൻ പറ്റും. അവിടെ മറ്റേ ലൈറ്റ് ഹൗസ്, ഫോർട്ട്, അങ്ങനെ 2-3 സ്ഥലങ്ങൾ നമുക്ക് അവർ ആ ബോട്ടിൽ പോകുമ്പോൾ നമുക്ക് കാണിച്ചു തരും കേട്ടോ. അപ്പോൾ ഡോൾഫിനെ കാണാൻ വേണ്ടിയിട്ട് പോകുന്ന യാത്രയിലാണ്. ഡോൾഫിൻ വാവ്, രണ്ടെണ്ണോ मछली ये तो छोटी है बिल्कुल ना के बराबर। तो पास में आ जाओ। अंदर हिंदी मूवी शूटिंग हुआ, मिथुन का वतन का रखवाले जेल के अंदर ही शूटिंग हुआ है। वतन के रखवाले पिक्चर ऊपर जो व्हाइट कलर दिख रहा है ना ऊपर का, वो आगोदा फोर्ट है। आगोदा फोर्ट, वो फोर्ट का पास हिंदी मूवी शूटिंग हुआ है। कयामत, बागी 2, सिंघम, स्टाइल, दिल चाहते फोर्ट के ऊपर ही शूटिंग हुआ है। और उससे आगे देखो लेफ्ट साइड में ऊपर जो रेड कलर दिख रहा है ना,
सिग्नल लाइट हाउस एलन पेरेस बंगले का नाम। ये बंगले का ओनर का नाम है जिमी कागदीन, वो मुंबई में रहते हैं। ये बंगला 80 करोड़ का है, 7 फ्लोर है, 7 फ्लोर। इसमें हिंदी मूवी शूटिंग हुआ है। अमिताभ बच्चन का भूतनाथ हसीना मान जाएगी, इसी में शूटिंग हुआ है। और उसके ऊपर जो दिख रहा है ऊपर का वो चौथ है, सेंट लॉरेंस चौथ। और चौथ के पास हिंदी मूवी शूटिंग हुआ है, अजय देवगन का गोलमाल। അടുത്ത് നമ്മൾ പോയ സ്ഥലം കലങ്കോട് ബീച്ചാണ് കേട്ടോ. ബീച്ചിലേക്ക് പോകുന്ന സ്ഥലത്ത് തന്നെ കുറേ ബാഗും ഒക്കെ ഷോപ്പിംഗ് ചെയ്യാൻ പറ്റുന്ന സ്ഥലമാണ് കേട്ടോ കലങ്കോട് ബീച്ച്. ആ പോകുന്ന വഴിക്കൊക്കെ ഒരുപാട് സാധനങ്ങൾ മേടിക്കാനുള്ളതുണ്ട്. ഞങ്ങൾ നേരെ കലങ്കോട് ബീച്ചിലെത്തി. ഭയങ്കര തിരക്കായിരുന്നു കേട്ടോ. കലങ്കോട് ബീച്ചിൽ നല്ല തിരക്കുണ്ടായിരുന്നു. ഞങ്ങൾ പോയ സമയം ഏകദേശം ഒരു ഉച്ചയോട് കൂടിയായ കാരണം ഭയങ്കര വെയിലുമായിരുന്നു. അപ്പോൾ കലങ്കോട് ബീച്ചിൽ ആൾക്കാർ ഭയങ്കര തിരക്കെന്ന് പറഞ്ഞാൽ ഭയങ്കര തിരക്കാണ്. അപ്പോൾ ഞങ്ങൾ കുറച്ച് നേരം അവിടെയൊക്കെ നിന്ന് കണ്ടു, കുറച്ച് നേരം വെള്ളത്തിലൊക്കെ ഇറങ്ങി. ഇപ്പം നമ്മളുള്ളത് ബാഗ ബീച്ചിലാണ് കേട്ടോ. ബാഗ ബീച്ചിൽ അത്ര തിരക്കില്ല, ഭയങ്കര സൈലൻ്റാണ്. അതിൻ്റെ ഉള്ളിലേക്കൊക്കെ നമുക്ക് ഇറങ്ങി നടക്കാനൊക്കെ ഉള്ള സൗകര്യമുള്ള ബീച്ചാണ് കേട്ടോ ബാഗ ബീച്ച്. ഭയങ്കര ക്ലിയർ വെള്ളമാണ് ബാഗ ബീച്ചിലെ വെള്ളം. നല്ല തണുപ്പും നല്ല ഇറങ്ങി നമുക്ക് നടക്കാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് ബാഗ ബീച്ച്. അപ്പോൾ നിങ്ങൾ ഗോവയിൽ പോവുകയാണെങ്കിൽ നിർബന്ധമായിട്ടും പോകേണ്ട ഒരു സ്ഥലം തന്നെയാണ് ബാഗ ബീച്ച്. ഞങ്ങൾ പോകുന്ന വഴിക്ക് കണ്ട ഒരു പള്ളിയാണ് കേട്ടോ. അവിടെ കുറച്ച് സമയം ഞങ്ങൾ കയറി, പക്ഷേ ഉള്ളിലേക്കൊന്നും കയറാൻ പറ്റിയില്ല. പുറത്ത് കുറച്ച് നേരം ഇരുന്ന് വിശ്രമിച്ച് പോന്നു. പള്ളിയുടെ പേരൊന്നും ഞങ്ങൾക്ക് ഓർമ്മയില്ല കേട്ടോ, ഏതോ ഒരു പള്ളിയാണ്. അപ്പോൾ കുറച്ച് സമയം അവിടെ ഇരുന്ന് വിശ്രമിച്ചതിന് ശേഷമാണ് ഞങ്ങൾ പോകുന്നത് കേട്ടോ. അപ്പോഴത്തേക്ക് നമ്മൾ ക്രൂസിൽ കയറുന്ന സമയമായിട്ടുണ്ട്. ക്രൂസിൽ കയറാൻ വേണ്ടിയിട്ട് നമ്മൾ മുന്നേ ടിക്കറ്റ് എടുത്തിട്ടുണ്ടായിരുന്നു. 6 മണിക്കാണ് ക്രൂസിൽ കയറ്റുന്നത്. ആ കയറുന്ന സമയത്ത് 1 മണിക്കൂർ നമുക്ക് കടലിലൂടെ യാത്രയുണ്ട്. അപ്പോൾ നമ്മൾ സൂര്യാസ്തമയവും ഒക്കെ നമുക്ക് കാണാൻ പറ്റുമെന്നാണ് പറഞ്ഞത്. അപ്പോൾ നമ്മൾ ടിക്കറ്റ് എടുത്തിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് കയറുകയാണ് കേട്ടോ. Cultural dances पेश करेंगे, namely the Daikini, the Kunbi and the Portuguese Cubidino. Besides the cultural dances, we look forward to your participation, where we are singing, clapping and dancing. ഞങ്ങൾ ക്രൂസിലൊക്കെ പോയിട്ട് തിരിച്ച് വരുമ്പോൾ ഞങ്ങൾ ഫുഡ് വാങ്ങിയിട്ടാണ് കേട്ടോ പോകുന്നത്. അപ്പോൾ നമുക്ക് അവിടെ ഇരുന്ന് കഴിക്കാനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഞങ്ങൾ വാങ്ങിക്കൊടുന്ന് അവിടെ ഇരുന്ന് കഴിക്കുകയാണ് കേട്ടോ ചെയ്തത്. ഈ സ്ഥലത്താണ് കേട്ടോ ഞങ്ങൾ താമസിച്ചത്. ഇത് സ്ഥിതി ചെയ്യുന്നത് പോണ്ടയിലാണ്. പോണ്ട എൻജിനീയറിംഗ് കോളേജിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് കേട്ടോ ഇത് ഞങ്ങൾ താമസിക്കുന്ന സ്ഥലവും. അപ്പോൾ ഞങ്ങൾ രാവിലെ ആയപ്പോൾ കുറച്ച് നടക്കാൻ ഇറങ്ങിയതാണ്. അപ്പോൾ ഏതൊക്കെ സ്ഥലമെന്ന് കാണാമല്ലോ എന്ന് വിചാരിച്ചിട്ട് അപ്പോൾ രാവിലെ ഒരു ഗ്ലാസ് ചായയൊക്കെ കുടിച്ചതിന് ശേഷം അവിടെ നമുക്ക് ഉണ്ടാക്കാനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട്. നിങ്ങൾ വരികയാണെങ്കിൽ നേരത്തെ കൂടി പറയുകയാണെങ്കിൽ അവിടെ ഫുഡ് അറേഞ്ച് ചെയ്യും. അവിടെ ഇരുന്നിട്ട് കഴിക്കാനും ഒക്കെയുള്ള സൗകര്യമുണ്ട്.
നമ്മൾ വരുന്ന സമയം മുൻകൂട്ടി പറയണമെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. ഇന്ന് നമ്മൾ പോകുന്നത് ബസിലിക്ക ഓഫ് ബോം ജീസസിലേക്കാണ് കേട്ടോ. അവിടെ ഇന്നലെ നമുക്ക് കയറാൻ സാധിച്ചില്ല. 11 മണി വരെ അവിടെ കുർബാന നടക്കണ കാരണം നമുക്ക് ഉള്ളിൽ കയറാനൊന്നും സാധിച്ചില്ലല്ലോ. അപ്പം നമ്മൾ അവിടേക്കാണ് നേരെ പോകുന്നത്. 400 വർഷത്തോളം പഴക്കമുള്ള സെൻറ്റ് ഫ്രാൻസിസ് സേവിയറിൻ്റെ അഴുകാത്ത ശരീരം ഇരിക്കുന്നത് ഈ പള്ളീൻ്റെ അകത്താണ് കേട്ടോ. അപ്പോൾ അത് 10 വർഷത്തിലൊരിക്കലാണ് അത് താഴത്തേക്ക് ഇറങ്ങിയിട്ട് എല്ലാവർക്കും കാണാൻ സാധിക്കുള്ളൂ. കഴിഞ്ഞ വർഷം ഡിസംബറിൽ അത് താഴത്തേക്ക് ഇറക്കിയിട്ടുണ്ടായിരുന്നു. ഇപ്പം നമുക്ക് കാണാനൊന്നും സാധിക്കില്ല, കുറച്ച് ഉയരത്താണ് വെച്ചിരിക്കുന്നത്. നമ്മൾ പള്ളിയുടെ അകത്ത് നമുക്ക് വീഡിയോ എടുക്കാനുള്ള സൗകര്യങ്ങളും ഇല്ലാത്ത കാരണം നമ്മൾ വീഡിയോ ഒന്നും എടുത്തിട്ടില്ല കേട്ടോ. വീഡിയോ എടുക്കാനൊന്നും പാടില്ല എന്ന് പറഞ്ഞു. അപ്പം നമ്മൾ കുറച്ച് ഭാഗങ്ങളൊക്കെ എടുത്തു, പക്ഷേ ഉള്ളിലേക്കുള്ള ഭാഗങ്ങളൊന്നും എടുക്കാൻ സാധിച്ചില്ല. അപ്പോൾ നമ്മൾ പള്ളി അതിൻ്റെ ഉൾഭാഗവും ഒക്കെ ചുറ്റി കണ്ടു. എന്ത് ഭംഗിയാണ് ആ പള്ളിയുടെ ഉൾഭാഗം കാണാനൊക്കെ, വളരെ ഭംഗിയിട്ടുണ്ട്. പല സ്ഥലങ്ങളിലും പല കൊത്തുപണികളും ഒക്കെ ചെയ്തിട്ട് നല്ല ഭംഗിയുണ്ട് ആ പള്ളി കാണാൻ തന്നെ. അപ്പോൾ നമ്മൾ പള്ളിയുടെ അകത്തുനിന്ന് പുറത്തേക്ക് ഇറങ്ങി. പുറത്തും ഭയങ്കര ഭംഗിയായിട്ട് തന്നെയാണ് ആ പള്ളി ക്രമീകരിച്ചിരിക്കുന്നത്. ഇന്നലെ ഞങ്ങൾ സേക്കത്രീഡലിൻ്റെ ഉള്ളിലേക്ക് പോയില്ലായിരുന്നു കേട്ടോ. ഞങ്ങൾ ഇന്നലെ പോയത് ആർക്കിയോളജിക്കൽ മ്യൂസിയവും എക്സിബിഷനും കാണാൻ വേണ്ടിയിട്ടാണ് പോയത്. ഇന്ന് സേക്കത്രീഡലിൻ്റെ ഉള്ളിലേക്കാണ് കേട്ടോ നമ്മളിപ്പോൾ കയറാൻ പോകുന്നത്. സേക്കത്രീഡലിൻ്റെ ഉള്ളിലേക്ക് കയറുമ്പോൾ നമ്മൾ ഷോർട്ട്സ് ആയിട്ടുള്ള ഡ്രസ്സോ സ്ലീവ്ലെസ് ആയിട്ടുള്ള ഡ്രസ്സോ ഇട്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് ഉള്ളിലേക്ക് കയറാനോ പള്ളിയുടെ അകത്ത് പോയി കാണാനോ ഒന്നും സാധിക്കില്ല കേട്ടോ. അപ്പോൾ നമ്മൾ ഉള്ളിലേക്ക് കയറുമ്പോൾ തന്നെ നമ്മുടെ തൊപ്പിയൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ഊരി കൈവയ്ക്കണം. പല ഭാഗങ്ങളിലെ കൊത്തുപണികളൊക്കെ ചെയ്തു വെച്ച് കാണാൻ എന്തൊരു ഭംഗിയാണെന്നറിയോ. അപ്പോൾ നല്ല ഭംഗിയുള്ള ഒരു പള്ളിയാണ് കേട്ടോ സേക്കത്രീഡൽ. അപ്പോൾ നമ്മൾ അത് ചുറ്റും നമ്മൾ നടന്ന് കണ്ടു. ചെരുപ്പൊക്കെ അതിൻ്റെ ഉള്ളിലേക്ക് ഉപയോഗിക്കാൻ പറ്റും, പക്ഷേ നമുക്ക് ഷോർട്ട്സ് ഉള്ള ഡ്രസ്സ് മാത്രമാണ് അതിൻ്റെ ഉള്ളിലേക്ക് ഇടാൻ പറ്റാത്തുള്ളത് കേട്ടോ. നമ്മളിപ്പോൾ സേക്കത്രീഡലൊക്കെ കണ്ടു കഴിഞ്ഞിട്ട് നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോകാണ് കേട്ടോ. നമ്മൾ താമസിക്കുന്ന സ്ഥലത്തിൻ്റെ പേര് ഫാമഗുഡി എന്നാണ്. അവിടെ അടുത്ത് തന്നെയാണ് ശിവാജി ഫോർട്ട് ഉള്ളത്. അപ്പോൾ നമുക്ക് നടക്കാനുള്ള വഴിയേ ഉള്ളൂ ശിവാജി ഫോർട്ടിലേക്ക്. നമ്മൾ അത് കാണാൻ വേണ്ടിയിട്ട് പോവുകയാണ് കേട്ടോ. ഇവിടെ ബോർഡൊന്നും എഴുതി വെച്ചത് കാണുന്നില്ല കേട്ടോ. അപ്പം ഞങ്ങൾ ഇത് പോണ്ട ഫോർട്ട് എന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ കയറി കാണാൻ പോയത്. അപ്പോൾ അതിൻ്റെ ഉൾഭാഗമൊക്കെ കാണാൻ നല്ല ഭംഗിയുണ്ട്. പുതുക്കി പണിതതാണെന്ന് തോന്നും. പുതിയതാക്കിയിട്ട് പെയിൻ്റൊക്കെ അടിച്ച് നല്ല ഭംഗിയാക്കിയിട്ടുണ്ട്. അതിൻ്റെ ഉള്ളിൽ പ്രത്യേകിച്ചൊന്നും കാണാനില്ല. കുറച്ച് സ്ഥലങ്ങളും ഇങ്ങനെ പാർക്ക് പോലെ നമുക്ക് കുറച്ച് ഇരിക്കാനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട്. ഉള്ളിലേക്ക് ഒരു ഗുഹ പോലെയൊക്കെ ഉണ്ട്. നമ്മൾ സ്റ്റെപ്പ് കയറിയിട്ട് മേലേക്ക് കയറി ചെല്ലുമ്പോൾ ഛത്രപതി ശിവാജി മഹാരാജിൻ്റെ വലിയൊരു പ്രതിമ അവിടെ ഉണ്ട് കേട്ടോ. അതാണ് പ്രധാനമായിട്ട് അവിടെ കാണാനുള്ളത്. അതിൻ്റെ മുകളിൽ നിന്ന് നമുക്ക് താഴേക്ക് നോക്കുമ്പോൾ നല്ല വ്യൂ ആണ്. പിന്നെ അതുപോലെ തന്നെ സൺസെറ്റും അവിടെ നിന്ന് നല്ല ഭംഗിയാണ് കേട്ടോ കാണാൻ. അപ്പോൾ ഞങ്ങൾ തിരിച്ചു പോവാണ്. ഞങ്ങൾ മഡ് ജംഗ്ഷനിൽ എത്തിയിട്ടുണ്ട്. ഞങ്ങൾക്ക് ട്രെയിൻ വരുന്ന സമയമായി. അപ്പോൾ ഗോവയോട് ഗുഡ് ബൈ പറയാണ്. അപ്പോൾ ഇത്രയുള്ള ഞങ്ങളുടെ ഗോവ വിശേഷങ്ങൾ. അടുത്ത വീഡിയോയുമായി കാണാം. താങ്ക്